കൊപ്രയാട്ടുന്ന ചക്കുപോലെ ഒടുക്കത്തെ പണിയും കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴതാ മേശപ്പുറത്തൊരു സമ്മാന സഞ്ചി. ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന് അന്വേഷിച്ചപ്പോൾ അസൂയയ്ക്ക് നോബൽ സമ്മാനം കിട്ടിയ നയൻതാര പറഞ്ഞു, നിങ്ങളുടെ ഒരു കടുത്ത ആരാധകൻ കൊണ്ടുവന്നതാണെന്ന്. പഴുത്ത പപ്പായ കണ്ട മരംകുത്തിയെ പോലെ സഞ്ചിക്കുള്ളിൽ കൈയിട്ടിളക്കി ഒരു പെട്ടി കിട്ടി. കുലുക്കി നോക്കി, പൊട്ടുന്നില്ല. ഭാഗ്യം ബോംബല്ല. പിന്നൊന്നും നോക്കിയില്ല. സിന്ധു നദീതട സംസ്കാരം ഉളവാക്കുന്ന രീതിയിൽ കടിച്ചങ്ങ് തുറന്നു. എന്റെ മുരുക്കുമ്പോഴുള്ള അമ്മച്ചി വില കൂടിയൊരു വാച്ച്. വെട്ടിക്കൊണ്ടുവന്ന തുണ്ടിന്റെ ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോഴുണ്ടാകുന്ന അതേ സന്തോഷം. അതെ, അസൂയയ്ക്കൊരു മൂത്ത മോൾ ഉണ്ടായാൽ ഏതാണ്ട് ഇതുപോലിരിക്കും. വിലപിടിപ്പുള്ള ഒരു സമ്മാനം എനിക്ക് തരാൻ മാത്രം ആരാണാവോ വലിയ മനസ്സിന് ഉടമ എന്ന് കണ്ടുപിടിക്കുന്നതിനിടയിലാണ് തുണിയെടുക്കാത്തൊരു സത്യം ഞാൻ കണ്ടത്. വാച്ചിന്റെ കന്നിമൂല ഭാഗത്തായി എന്റെയും അദ്ദേഹത്തിന്റെയും പേരുകൾ കൊത്തിവെച്ചിരിക്കുന്നു. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ജോമെട്രി ബോക്സും റബ്ബർ കട്ടയും ഒക്കെ സമ്മാനമായി കിട്ടിയിട്ടുണ്ടെങ്കിലും ഇത്തരം കൊത്തുപണികളുള്ള സ്നേഹം നിറഞ്ഞൊരു സമ്മാനം ആദ്യമായിട്ടാണ്. രാവിലെ അപ്പത്തിന് മുട്ടക്കറിയാണെന്നറിയുന്ന ആമാശയത്തെ പോലെ സന്തോഷം കൊണ്ട് വിതുമ്പിപ്പൊട്ടി. ഇവനെന്താ വയ്യേ എന്ന് ചിന്തിക്കുന്ന പലരും തൊട്ടടുത്തായി ഇരുപുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് എന്റെ വീട് കണ്ടുപിടിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ ചോദ്യം പാമ്പൻപാലം വഴി രാമേശ്വരത്തേക്ക് പോയി. എല്ലാ വേട്ടാവളിയന്മാരെയും അറഞ്ചം പുറഞ്ചം ചോദ്യം ചെയ്തു. ഒടുവിൽ ആ മാങ്ങാട്ടി തലേനെ കൈ കിട്ടി. ഇവനാണവൻ. കടിച്ച പാമ്പിനെ വീഡിയോ കോളിലൂടെ വിളിച്ചു വരുത്തി വിഷമിറക്കിയതുപോലെ ഇവനെ ഞാൻ അങ്ങ് തൂക്കി. ഹലോ ചേട്ടാ, എന്തുണ്ട്? ഇന്ന് വൈകുന്നേരം വീട്ടിൽ കാണുമോ? ഞങ്ങള് ചിലപ്പോ അതുവഴി ഒന്ന് വരുന്നുണ്ട്. അമ്മടി പുളിസോ എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. പുള്ളിയുടെ റേഷൻ കാർഡിലെ അഡ്രസ് വരെ നുമ്മ തൂക്കി. എന്നെ ഞെട്ടിച്ച സ്ഥിതിക്ക് അദ്ദേഹത്തെ ഒന്ന് ഞെട്ടിക്കാനായി കമലവും ബ്രൂസും നയൻസുമായി യാത്ര പുറപ്പെട്ടു. എന്റെ അമ്മേ, 1 മണിക്കൂറും 17 മിനിറ്റ് 97 കിലോമീറ്റർ. ഇത്രയും ദൂരത്തു നിന്നാണല്ലോ അദ്ദേഹം എന്നെ കാണാൻ വന്നത് എന്നോർത്തപ്പോൾ എനിക്ക് അദ്ദേഹത്തോടാണ് ആരാധന തോന്നിയത്. അങ്ങനെ ഹാമിൽട്ടൺ മുക്കിന് സമീപത്തായി ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നു. ചക്കും ചുക്കും അറിഞ്ഞൂടാത്ത ഇവനെ പറഞ്ഞു വിട്ടപ്പോഴേ തോന്നി ഇത് പൊളിയുമെന്ന്. അതേ ഗൈസ്, സർപ്രൈസ് പൊളിഞ്ഞിരിക്കുന്നു. എന്നെ കണ്ടപാടെ അരിച്ചാക്കെടുക്കും പോലെ 80 കിലോയുള്ള എന്നെ തട്ടി തോളിക്കേറ്റി. അതേ ഗൈസ്, 100 അവാർഡുകൾ കിട്ടുന്നതിനേക്കാളും സന്തോഷം തോന്നിയൊരു നിമിഷം. ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത എന്റെ എല്ലാ വീഡിയോയുടെയും കമന്റ് ബോക്സിൽ ഒരിക്കൽ കാണണമെന്ന് മുടങ്ങാതെ കമന്റ് ചെയ്യുന്ന ഒരേ ഒരു മനുഷ്യൻ. മനുഷ്യർ അങ്ങനെയാണ് ഗൈസ്. നമ്മൾ സ്നേഹിക്കുന്നവരായിരിക്കില്ല ഒരുപക്ഷെ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നത്. പിന്നൊന്നും നോക്കിയില്ല. വീട്ടിൽ കയറി ചേച്ചിയെയും പപ്പയെയും മമ്മിയെയും മകനെയും മകളെയും ഒരു രക്ഷയുമില്ലാതെ ഞെട്ടിച്ചു. അപ്പോഴും എന്നെ ഞെട്ടിച്ച ആ വലിയ മനുഷ്യൻ ഇതാണ് സുജിത്തേട്ടൻ. പൊട്ടുപൊടിയിൽ വീണ പാറ്റ, കുഞ്ചാലുമൂട്ടിലെ കുഞ്ഞമ്മ, കുലുക്കി സർബത്തിലെ കസ്കസ്, അവണാങ്കുടിയിലെ ചിറ്റപ്പൻ തുടങ്ങി എന്റെ എല്ലാ വീഡിയോയിലെയും പ്രധാന ഡയലോഗുകൾ പുള്ളിക്കറിയാം. ഒരു പ്രവാസിയായിരിക്കുമ്പോൾ കൂടെ പിറന്നില്ല എങ്കിലും ഒരുപാട് കൂടപ്പിറപ്പുകളെ കിട്ടാനും കുടുംബക്കാരെ കിട്ടാനും കാരണമായത് ഒരുപക്ഷെ എന്റെ വീഡിയോകൾ തന്നെയായിരിക്കാം. സുജിത്തേട്ടനെ പോലെ നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന പ്രചോദനം ഒന്ന് തന്നെയാണ് എന്റെ യാത്രയുടെ പ്രകാശം.